Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 76ാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സൈറ്റ് കമ്പോണന്റിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത് സൈറ്റ് കമ്പോണന്റിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രീസ് ഒക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് പീപ്പിൾസിനെയൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈറ്റ് കമ്പോണന്റ് തന്നെയാണ് എടുക്കേണ്ടത്. സൈറ്റ് കമ്പോണന്റിൽ ഇവിടെ ലോഡ് ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഡ് ഫാമിലിയിൽ ഇവിടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻട്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. അത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഉണ്ടാവും, മെയിൽ ആണെങ്കിൽ മെയിൽ ഉണ്ടാവും. അതല്ല ഇനിയിപ്പം കാറിൻ്റെ ഒരു ഷേപ്പ് വേണമെങ്കിൽ അതുണ്ടാവും, അതല്ല ചെയർ വേണമെങ്കിൽ അതുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ഒരു മെയിലിൻ്റെ ഒരു ഇതെടുക്കുകയാണ്. എടുത്ത ശേഷം ഞാനിവിടെ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പീപ്പിൾസിനൊക്കെ നമുക്ക് ഇതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഈ പാർക്കിംഗ് കമ്പോണൻ്റ് ഉണ്ട്. പാർക്കിംഗ് കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് കുറച്ച് പാർക്കിംഗ് കമ്പോണൻറ്റ്സ് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം ലോഡ് ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം തന്നെ ഇവിടെ ഇന്ത്യ എടുക്കുക. ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ടാവും. ഇവിടെ പാർക്കിംഗ് അല്ല, ഇവിടെ സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ഓക്കെ, ഇത് സൈറ്റിനുള്ളിലാണ് പാർക്കിംഗ്. ഓക്കെ, ഈ പാർക്കിംഗ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതെല്ലാം പാർക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്നൊന്നും സെലക്ട് ചെയ്യുന്നില്ല. എനിക്കിവിടെ ഡിഫോൾട്ടായിട്ട് തന്നിരിക്കുന്ന പാർക്കിംഗാണ് ഞാൻ എടുക്കുന്നത്. അടുത്ത ശേഷം ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഈ പാർക്കിങ്ങിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ചേഞ്ച് കൊടുക്കാം. ഇതിപ്പം 90 ഡിഗ്രിയിലാണ്. അതിപ്പോൾ ചരിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ ആംഗിൾ ചേഞ്ച് കൊടുത്താൽ മതി. അതായത് പാർക്കിംഗ് ലെങ്ത് മാറ്റണമെങ്കിൽ ഇവിടെ ലെങ്ത് മാറ്റാം, വിഡ്ത്ത് മാറ്റാം. ഓക്കെ, അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ടൈമിൽ ഇപ്പോൾ ഈ പാർക്കിംഗ് നമ്മളിതിന് കൊടുക്കുമ്പം പാർക്കിംഗ് ഇതുപോലെ കാണിക്കത്തില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ പാർക്കിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിസേബിളായി കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ പാർക്കിംഗ് നോക്കാം. ഓക്കെ, ഇവിടെ ഈ പാർക്കിംഗ് അണ്ടിക്കായി കിടന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പാർക്കിംഗ് കൊടുക്കാൻ നേരത്ത് പാർക്കിംഗ് കാണിക്കത്തില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും അത് ഏത് വ്യൂക്കകത്തുള്ളിൽ, ഇപ്പോൾ 3D വ്യൂക്കുള്ളിലാണെങ്കിൽ ആ ഒരു വ്യൂക്കുള്ളിൽ മാത്രമായിരിക്കും ആ ചേഞ്ചസ് വരുന്നത്. മറ്റ് വ്യൂസ് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നോർമലായിട്ട് എന്താണോ അതിനകത്ത് സെറ്റായി കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ലെവലിൽ എന്താണോ സെറ്റായി കിടക്കുന്നത് അത് മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് സർഫസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മർജ് എന്ന് പറഞ്ഞിട്ട് മർജ് സർഫസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സബ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.